സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാഗങ്ങളെ ആരാധിക്കുന്ന പതിവ് ഹൈന്ദവ വിശ്വാസത്തിലുണ്ട്. കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠയുണ്ട്. പല ദോഷങ്ങളും അകറ്റാൻ നാഗപ്രീതി നേടുന്നത് സഹായകമാകുമെന്നാണ് വിശ്വാസം. നാം വസിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ നാഗങ്ങളാണെന്നാണ് വിശ്വാസം. അവരുടെ അനുഗ്രഹത്താലാണ് നാം ഇവിടെ സുഖമായി ജീവിക്കുന്നുവെന്നാണ് വിശ്വാസം. ഏതു രൂപം എടുക്കുവാനും നാഗങ്ങൾക്ക് സാധിക്കും. ആകാശനാഗം, സ്തനനാഗം, കുഴിനാഗം എന്നിങ്ങനെ 3 തരം നാഗങ്ങളുണ്ട്. ഇന്നും നാഗങ്ങളെ ആരാധിക്കുന്നു. നാഗരാജാവ്, നാഗേക്ഷി എന്നിവരെയാണ് കൂടുതലായി സർപ്പരൂപത്തിൽ ആരാധിച്ചു പോരുന്നത്. മനുഷ്യർ ആരാധിക്കുന്ന ദേവതകൾക്ക് സമാനമായി നാഗങ്ങൾ ആരാധിക്കുന്നെന്നാണ് നാഗേക്ഷി. അപ്പോൾ ഈ നാഗേക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നാഗരാജാവിൻ്റെ അർത്ഥാഗ്നിയാണ് നാഗേക്ഷി എന്നാണ് വിശ്വാസം. നാഗരാജാവിനുമേൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നുവെന്നാണ് വിശ്വാസം. നാഗേക്ഷിയെയും നാഗലക്ഷ്മി എന്നും വിളിക്കുന്നു. ശീർഷ എന്നും നാഗേക്ഷിക്ക് പേരുണ്ട്. കേരളത്തില് മണ്ണാറശാലയിൽ നാഗലക്ഷ്മി പ്രതിഷ്ഠയുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളിലുമുണ്ട്. രാഹുകാലത്തും കേതുകാലത്തുമെല്ലാം പ്രത്യേകിച്ചും നാഗപ്രീതി വരുത്തുന്നത് ദോഷങ്ങൾ ഒഴിഞ്ഞ് നല്ല ഫലം ലഭിക്കാൻ ഏറെ സഹായിക്കും. ചില പ്രത്യേക നാളുകാർക്ക് നാഗേക്ഷിയുമായി ബന്ധപ്പെട്ട നാളുകാരാണ്. ഇവരെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നാളുകാരാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ നാള് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നാഗലക്ഷ്മിയുമായി ആരാധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും രാഹുകാലത്ത് ഇത് തടസ്സങ്ങൾ നീക്കും, ഗുണം ലഭിക്കും. ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ നാഗേക്ഷിയെ ആരാധിച്ച് ഇറങ്ങുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സഹായിക്കും. ജന്മനക്ഷത്ര ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാഗേക്ഷിയെ ആരാധിക്കുന്നതും നല്ലതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രവും നാഗങ്ങളുടെ അനുഗ്രഹമുള്ള നാളാണ്. പ്രത്യേകിച്ചും രാഹുകാലത്ത് ഇവർ നാഗേക്ഷിയെ ആരാധിക്കുന്നത് നല്ലതാണ്. ഇതിനാൽ ഇക്കാലത്ത് ഇവർ ഏറെ ഉയർച്ചയുണ്ടാകും. ഈ സമയത്ത് നിത്യവും ആരാധിക്കുക. ദേവതയെ ആരാധിക്കുന്നതിലൂടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ പടിയിറങ്ങുന്നു. കുടുംബ ബന്ധങ്ങൾ നന്നായി പോകാനും ഇത് നല്ലതാണ്. നാഗമന്ത്രം ജപിക്കാം. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നാഗേക്ഷിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഇതിനാൽ വന്നു ചേരും. ശത്രുദോഷമകലും, ദുഃഖദുരിതങ്ങൾ ഒഴിയും, കഷ്ടതകൾ ഒഴിയും, ഉയർച്ചയുണ്ടാകും, അവസരങ്ങൾ വർദ്ധിക്കും, ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും, ദുഃഖ ദുരിതങ്ങൾ ഒഴിയും. നിത്യവും ആരാധിക്കുന്നത് നല്ലതാണ്. അടുത്തത് ആയില്യമാണ്. ആയില്യം തന്നെ നാഗനക്ഷത്രമാണ്. നാഗദൃഷ്ടിയുള്ളവരാണ് ഈ നാളുകാര്. നാഗദേവതകൾ ദേവതയാകുന്ന നക്ഷത്രമാണ് ആയില്യം. ഇവർ നാഗങ്ങളെ പ്രസാദിപ്പിക്കുന്ന ഏറെ നല്ലതാണ്. ഏത് കാര്യത്തിനും മുന്നോടിയായും നാഗേക്ഷിയെ പ്രാർത്ഥിക്കുക. ഉയർച്ച വന്നു ചേരും. ഭാവിയിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം രാഹുകാലത്ത് നാഗദേവതയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ നൽകും. കഷ്ടതകൾ ഒഴിയും, പ്രതീക്ഷിക്കാത്ത ഉയർച്ചയുണ്ടാകും, കർമ്മരംഗത്ത് ഏറെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും, നേർവഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും, ഭാഗ്യം വർദ്ധിക്കും. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ആയില്യം നാളിൽ ദർശനം നടത്തുന്നത് ഏറെ നല്ലതാണ്. അടുത്ത പൂരമാണ്. പൂരം അടുത്ത നക്ഷത്രമാണ്. ഇവരും രാഹുകാലത്ത് ദേവതയെ ആശ്രയിക്കുന്നത് നല്ലതാണ്. ത്വക് രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിയാൻ ഇത് സഹായിക്കും. ജീവിതത്തിൽ വിജയമുണ്ടാകും. തടസ്സങ്ങൾ നീങ്ങി വിജയം വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും. ലക്ഷ്യത്തിലെത്താൻ നാഗദേവതകളുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. മനക്ലേശം ഒഴിയും. നാൾക്കുനാൾ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും. നാഗക്ഷേത്ര ദർശനവും മന്ത്രോച്ചാരണവും നല്ലതാണ്. അടുത്ത പൂരാടമാണ്. പൂരാടം അടുത്ത നക്ഷത്രമാണ്. ഇവർ ദശാകാലത്ത് ഇവർ നാഗദേവതയെ ആശ്രയിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നിത്യവും ദേവതയെ ആരാധിക്കുന്നതിലൂടെ ഉയർച്ചയുണ്ടാവും, സാമ്പത്തിക ഉന്നമതി ഉണ്ടാവും. അതുപോലെ തന്നെ സംസാരത്തിൽ വന്നു ചേരാവുന്ന ഇടയുള്ള ദോഷങ്ങൾ പോലും നീക്കാൻ സാധിക്കും. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് തിരിച്ചടി ലഭിക്കും. ഉയർച്ചയും അംഗീകാരവും വന്നു ചേരും. ഈ നക്ഷത്രക്കാരെ ഉപദ്രവിച്ചാൽ തിരിച്ചടി ലഭിക്കും. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നാളുകാർക്ക് ഏത് കാലത്ത് നാഗദേവതയെ ആശ്രയിക്കുന്നത് നല്ലതാണ്. നിത്യവും ആരാധിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയാൻ സാധിക്കും. ഇത് സന്താനങ്ങൾക്കും പങ്കാളിക്കും നല്ലത് വരുത്തും, സൗഖ്യം വരുത്തും. കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും. നാഗദേവതകൾക്ക് വഴിപാട് നടത്തുന്നത് നല്ലതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരും കേതുദശാ സമയത്ത് നാഗങ്ങളെ ആരാധിക്കുന്ന നല്ലതാണ്. കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ
ഇത് സഹായിക്കും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. സാമ്പത്തിക തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുന്നതും ആരാധിക്കുന്നതും നല്ലതാണ്. അടുത്തത് ചതയമാണ്. ചതയം നക്ഷത്രക്കാരും നാഗദേവതയെ ആരാധിക്കുന്നത് നല്ലതാണ്. ഇത് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകാൻ സഹായിക്കും. നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബസൗഖ്യം ലഭിക്കാനും ശത്രുദോഷം അകലാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നാഗക്ഷേത്ര ദർശനം നടത്താം. നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കാം. ഇത് സൗഭാഗ്യം കൊണ്ടുവരുന്നു. ഏത് കാര്യവും ദേവതയെ മനസ്സിൽ വിചാരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഇവരും കേതുദശാകാലത്ത് നാഗദേവതയെ ആരാധിക്കുന്നത് നല്ലതാണ്. ഇത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും വന്നു ചേരാൻ കാരണമാകും. രോഗദുരിതങ്ങൾ അകലും. സൗഭാഗ്യങ്ങളും ഗുണഫലങ്ങളും ഇരട്ടിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളും ദുരിതങ്ങളും അകലും. കുടുംബസൗഖ്യം വന്നു ചേരും. ഇതിനാൽ സാഗപ്രീതി വരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ നാഗേക്ഷിയുടെ അനുഗ്രഹമുള്ള നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.